CPM എന്ന പാർട്ടി ജനങ്ങളെ കൊല്ലാൻ നടക്കുന്ന ഒരു പാർട്ടിയാണ്. മനുഷ്യത്വം എന്ത് എന്ന് അറിഞ്ഞൂടാത്ത ഒട്ടനവധി കമ്മികൾ, അതായത് മനുഷ്യത്വം എന്തെന്നില്ലാത്ത ഒട്ടനവധി കമ്മികൾ മാത്രമുള്ള ഒരു പാർട്ടി. സ്വയം ബുദ്ധിജീവികളാണെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടി പ്രസ്ഥാനം, അതാണ് CPM. ഒരു തരത്തിലുമുള്ള വെളിവില്ലാത്ത, ഒരു പൈസയുടെ പോലും വിവരമില്ലാത്ത കുറെ കമ്മ്യൂണിസ്റ്റുകാർ ഇരിപ്പുണ്ട്. അതായത് എവിടെ അഴിമതിയുണ്ടോ അവിടെ CPM ഉണ്ടാക്കും. അതാണ് അവരുടെ ടാഗ്ലൈൻ. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തവരെ അപമാനിച്ചു കൊല്ലും, അല്ലെങ്കിൽ അവരെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കും. അതാണ് CPM. നിലവിൽ എന്താണ് സംഭവം? 2024 ഒക്ടോബർ 14 പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റം കിട്ടിയ നവീൻ ബാബുവിന് കണ്ണൂർ കളക്ടറേറ്റിൽ യാത്രയയപ്പ് നൽകിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ യാത്രയയപ്പ് യോഗത്തിൽ ക്ഷണിക്കാതെയാണ് എത്തിയത്. അത് സ്വാഭാവികമാണ്. കാരണം CPMകാരെ സംബന്ധിച്ചിടത്തോളം ക്ഷണിക്കാത്ത സ്ഥലത്തൊക്കെ പോയി ചെന്ന് ഭക്ഷണം കഴിക്കുകയും അവിടേക്ക് ചെന്ന് നിന്ന് വലിയ ആളാവുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം CPM എന്ന പാർട്ടിക്കുണ്ട്. അത് അവരുടെ ഒരു രീതിയാണ്. അങ്ങനെ PP ദിവ്യ നവീൻ ബാബുവിനെ വലിയ രീതിയിലേക്ക് അപമാനിച്ചു, അധിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു PP ദിവ്യ അവിടെ പ്രസംഗം നടത്തിയത്. കൂടാതെ അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന രാജൻ തന്നെ പറഞ്ഞതാണ്, നവീൻ ബാബു അഴിമതി കാണിക്കാത്ത സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് അന്നത്തെ റവന്യൂ മന്ത്രിയും പറഞ്ഞു. യോഗത്തിലുണ്ടായിരുന്ന നവീൻ ബാബു മാനസിക വിഷമത്തോടെ ഇരിക്കുന്ന ദൃശ്യങ്ങളുമെല്ലാം പുറത്തു വന്നിരുന്നു. പിറ്റേ ദിവസം രാവിലെ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. തലേന്ന് രാത്രി മലബാർ എക്സ്പ്രസിന് ചെങ്ങന്നൂരിലേക്ക് പോകേണ്ടിയിരുന്ന അദ്ദേഹത്തെ കുടുംബം കാത്തുനിന്നെങ്കിലും അദ്ദേഹം ആത്മഹത്യ ചെയ്തെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് കുടുംബങ്ങൾ കേട്ടത്. സംഭവത്തെ തുടർന്ന് PP ദിവ്യയെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളെല്ലാം തന്നെ വന്നപ്പോൾ അവസാനം CPM PP ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നു. എന്നിട്ടും പ്രതിഷേധം അടങ്ങാതെ വന്നതോടുകൂടിയാണ് PP ദിവ്യയെ അറസ്റ്റ് ചെയ്യാം എന്നൊരു നീക്കത്തിലേക്ക് സർക്കാർ എത്തിയത്. പക്ഷേ ജയിലിൽ നല്ല സൗകര്യത്തിലായിരുന്നു PP ദിവ്യ കഴിഞ്ഞത്. ADM നവീൻ ബാബുവിന്റെ മരണം CBIക്ക് അന്വേഷണം, അതായത് CBI അന്വേഷണത്തിലേക്ക് വിടാൻ സംസ്ഥാന സർക്കാർ ഉടൻ വിജ്ഞാപനം ഇറക്കും. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അതിന്റെ ഒരു ഔദ്യോഗികമായ വിജ്ഞാപനം ആഭ്യന്തര വകുപ്പ് തന്നെ പുറത്തിറക്കും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് നടപടി ആവശ്യപ്പെട്ട് കുടുംബം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. പോലീസ് അന്വേഷണത്തിൽ കുടുംബം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. UDF സർക്കാർ CBIക്ക് വിടുന്ന ആദ്യ കേസാണിത്. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ PP ദിവ്യയാണ് ഏക പ്രതി. ഇനി CBI ആണ് കേസിൽ തീരുമാനമെടുക്കേണ്ടത്. PP ദിവ്യ മാത്രമാണോ പ്രതി, അതോ ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് CBIയുടെ അന്വേഷണത്തിൽ കൂടെ മാത്രമേ ഇനി അറിയാൻ സാധിക്കുള്ളൂ. 13 സാക്ഷികളെ പുതിയതായി ചേർത്ത് ADM നവീൻ ബാബു കേസിൽ തുടരന്വേഷണ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് കണ്ണൂർ ടൗൺ പോലീസ് തുടരന്വേഷണം നടത്തി വിചാരണ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കമാണ് നവീൻ ബാബുവിന്റെ കുടുംബം നടത്തുന്നതെന്ന് പ്രതിഭാഗം കുറ്റപ്പെടുത്തുന്നുണ്ട്. പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു തുടരന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ മെയ് 16 ഹർജിയിൽ പറഞ്ഞ 4 കാര്യങ്ങളിൽ തുടരന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടത്. ഇതിൽ നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച പ്രശാന്തിന്റെ ബാങ്ക് വിവരങ്ങൾ അന്വേഷണം പരിശോധിച്ചു. കൊയ്യം സഹകരണ സർവീസ് ബാങ്കിൽ സ്വർണം പണയം വെച്ച് വായ്പ എടുത്തതിന്റെ രേഖകൾ റിപ്പോർട്ടിനൊപ്പമുണ്ട്. ADMന്റെ